Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിം എഡിറ്ററിനെ കുറിച്ച് കുറച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാകും. അതിൽ തന്നെ കുറെ ഷോർട്ട് കട്ട്സ് ഉണ്ട്. നമ്മൾ നാനോ പോലെ അല്ല, ഇതിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പ്ലേസ് ഡോട്ട് പി എസ് ടി ഫയൽ ജസ്റ്റ് ഓപ്പൺ ആക്കുകയാണ്. വിം എഡിറ്റർ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഓപ്പൺ ആക്കിയപ്പോൾ അതിൽ കുറച്ച് കൺട്രീസ് നെയിംസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓപ്പൺ ആക്കിയപ്പോൾ ഏത് മോഡിലാണ് ഓപ്പൺ ആയിട്ടെന്ന് അറിയണമെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ബോട്ടത്തിൽ റീപ്ലേസ് മോഡിലാണ് ഓപ്പൺ ആയിട്ട് മനസ്സിലായിട്ട്. നമ്മൾ ഇതിലെ ഷോർട്ട് കട്ട്സ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ എസ്കേപ്പ് മോഡിലായിരിക്കണം ടൈപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് ഇവിടേക്ക് വരും. നമ്മൾ ഏത് ഷോർട്ട് കട്ട്സും ടൈപ്പ് ചെയ്യണമെങ്കിൽ എസ്കേപ്പ് മോഡാണ് ചെക്ക് ചെയ്യണം. ഇപ്പോൾ റീപ്ലേസ് മോഡാണ്. റീപ്ലേസ് മോഡിൽ നിന്ന് എസ്കേപ്പ് മോഡിലേക്ക് പോകണമെങ്കിൽ ജസ്റ്റ് എസ്കേപ്പ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ എസ്കേപ്പ് മോഡിലായി. എനിക്ക് ടോപ്പിലേക്ക് പോകണമെങ്കിൽ കീബോർഡിലത്തെ ആരോ കീസ് യൂസ് ചെയ്യാൻ പറ്റും. ആരോ കീസ് അതിന് പകരം നമുക്ക് കീബോർഡിൽ തന്നെ കെ ടൈപ്പ് ചെയ്താൽ ടോപ്പിലേക്ക് പോകും. കീബോർഡിലെ കെ ടൈപ്പ് ചെയ്താൽ ടോപ്പിലേക്ക് പോകും. എൽ ടൈപ്പ് ചെയ്താൽ റൈറ്റിലേക്ക് പോകും. ജെ ടൈപ്പ് ചെയ്ത ബോട്ടത്തിലേക്ക് പോകും. എച്ച് ടൈപ്പ് ചെയ്ത ലെഫ്റ്റിലേക്ക് പോകും. അപ്പൊ എച്ച് ജെ കെ എൽ ഇതാണ് നമ്മൾ ഏരോ കീ ആയിട്ട് യൂസ് ചെയ്യുക. നമ്മൾ വൈ ടൈപ്പ് ചെയ്ത ടു കോപ്പി ദി ലൈൻ അറ്റ് കേഴ്സർ പൊസിഷൻ. കേഴ്സർ പൊസിഷനിലെ ലൈൻ കോപ്പി ചെയ്യണമെങ്കിൽ വൈ ടൈപ്പ് ചെയ്യുക. അപ്പൊ ഞാനിപ്പോ ഹോൾഡ് കോപ്പി ചെയ്യാൻ ജസ്റ്റ് വൈ ടൈപ്പ് ചെയ്തു. ഇത് പാസ്റ്റ് ചെയ്യാനും കമന്റ് ഉണ്ട്. പാസ്റ്റ് ചെയ്യാനുള്ള കമന്റ് ആണ് പി. പാസ്റ്റ് ബിലോ ദി കേഴ്സർ പൊസിഷൻ. ക്യാപിറ്റൽ പി ആണെങ്കിൽ പാസ്റ്റ് അബോ ദി കേഴ്സർ പൊസിഷൻ. അത് മനസ്സിലാവണമെങ്കിൽ ഇപ്പൊ ഞാൻ ഹോളണ്ട്, അതിനുശേഷം ഈ അമേരിക്ക എന്നതിന്റെ അവിടെയാണ് ഇപ്പോ ഈ കേഴ്സർ പൊസിഷൻ ഉള്ളത്. ഞാൻ ജസ്റ്റ് സ്മോൾ ലെറ്റർ പി ടൈപ്പ് ചെയ്ത ഈ അമേരിക്കയുടെ താഴെയാണ് നമ്മുടെ ഹോളണ്ട് കോപ്പി ചെയ്തത്. ഞാൻ ഇത് തന്നെ ഇപ്പൊ ചൈനയുടെ അവിടെയാണ് ഇപ്പൊ കിടക്കുന്നത്. ഞാൻ ഇപ്പൊ ക്യാപിറ്റൽ പി ആണ് ടൈപ്പ് ചെയ്യണമെങ്കിൽ കണ്ട ചൈനയുടെ മേലെയാണ് ഹോളണ്ട് കിടക്കുന്നത്. ഇവിടെ അമേരിക്കയുടെ അവിടെ ഞാൻ സ്മോൾ ലെറ്റർ പി കൊടുത്തപ്പോ അതിന്റെ താഴേക്കാണ് കോപ്പി ചെയ്തത്. ഇവിടെ ചൈനയുടെ അവിടെ ക്യാപിറ്റൽ പി വെച്ചിട്ട് പാസ്റ്റ് ചെയ്തപ്പോ ഹോളണ്ട് എന്നുള്ളത് ചൈനയുടെ ടോപ്പിലാണ് കോപ്പി ചെയ്തത്. എനിക്ക് അൺഡു ചെയ്യണമെങ്കിൽ ഇപ്പൊ ചെയ്തതിന്റെ പുറകോട്ട് പോകണമെങ്കിൽ അൺഡു ചെയ്യണമെങ്കിൽ ജസ്റ്റ് യു ടൈപ്പ് ചെയ്താൽ മതി. കണ്ട യു ടൈപ്പ് ചെയ്താൽ നമുക്ക് പുറകോട്ട് പോകാൻ പറ്റും. അൺഡു എന്നുള്ള ഓപ്ഷനാണ് യു. ജസ്റ്റ് യു ടൈപ്പ് ചെയ്യുക. റീഡു ചെയ്യണമെങ്കിൽ കൺട്രോൾ പ്ലസ് ക്യാപിറ്റൽ ആർ, അതായത് കൺട്രോൾ നിൽക്കുക, അതിനുശേഷം ക്യാപിറ്റൽ ആർ ടൈപ്പ് ചെയ്താൽ റീഡു ചെയ്യാൻ പറ്റും. യു നിൽക്കി കഴിഞ്ഞാൽ ജസ്റ്റ് സ്മോൾ ലെറ്റർ യു നിൽക്കിയാൽ അൺഡും ചെയ്യാൻ പറ്റും. എനിക്ക് 5 ലൈൻസ് അറ്റ് എ ടൈം കോപ്പി ചെയ്യണമെങ്കിൽ എൻ വൈ ടു കോപ്പി n ലൈൻസ് ഫ്രം കഴ്സർ പൊസിഷൻ. n എന്നുള്ളത് എത്ര നമ്പർ ലൈൻസ് ആണോ നിങ്ങൾ കോപ്പി ചെയ്യുന്നത്. 5 ലൈൻ ആണെങ്കിൽ 5 8 വൈ ആണെങ്കിൽ 8 ലൈൻസ് കോപ്പി ചെയ്യും. അപ്പൊ പാസ്റ്റ് ചെയ്യണമെങ്കിൽ ബിലോ കഴ്സർ പൊസിഷനിൽ പാസ്റ്റ് ചെയ്യണമെങ്കിൽ സ്മോൾ ലെറ്റർ പി, എബോ കഴ്സർ പൊസിഷനിലാണ് ക്യാപിറ്റൽ പി. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഷോർട്ട് കട്ട്സും ഓൾ വി ഐ ഷോർട്ട് കട്ട്സ് ഷുഡ് ബി ഗീവൺ ഇൻ എസ്കേപ്പ് മോഡ്. എസ്കേപ്പ് മോഡിൽ മാത്രമേ നമ്മൾ ഷോർട്ട് കട്ട്സ് കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ ഏത് മോഡാണെന്ന് ചെക്ക് ചെയ്യണം. ഇൻസേർട്ട് മോഡാണോ, റീപ്ലേസ് മോഡാണോ, വിഷ്വൽ മോഡാണോ, ഇതിലൊന്നിലല്ല നമ്മൾ കൊടുക്കുക. എസ്കേപ്പ് മോഡിലാണോ ഓൾ ഷോർട്ട് കട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഇതിൽ പറയാത്ത ഷോർട്ട് കട്ട്സ് കീബോർഡിൽ എച്ച് ഉണ്ട്, കെ ഉണ്ട്, ജെ എൽ, ഈ 4 കീസാണ് നമ്മൾ ആരോ കീ ആയിട്ട് യൂസ് ചെയ്യുക. ടോപ്പിലേക്ക് പോകാനും ലെഫ്റ്റിലേക്ക്, റൈറ്റിലേക്ക്, ബോട്ടത്തിലേക്ക് പോകാം. അപ്പൊ ഈ ആരോ കീസ് ടൈപ്പ് ചെയ്ത് പഠിക്കുക. അപ്പൊ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? 5 ലൈൻസ് ഞാൻ കോപ്പി ചെയ്യണം വിചാരിക്കുക. ഇവിടെ നിന്ന്, അതായത് ഓസ്ട്രേലിയ, ഹോളണ്ട്, ഇന്ത്യ, അമേരിക്ക, ആ 5 ലൈൻസ് കോപ്പി ചെയ്യണമെങ്കിൽ ജസ്റ്റ് 5 വൈ ടൈപ്പ് ചെയ്തു. എനിക്ക് പാസ്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ഇവിടെ പാസ്റ്റ് ചെയ്യേണ്ടി വരിക. അപ്പൊ പാസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് പി ടൈപ്പ് ചെയ്താണെങ്കിൽ ഒറ്റ ടൈം പാസ്റ്റ് ആവും. കണ്ട ഓസ്ട്രേലിയ, ഹോളണ്ട്, ഇന്ത്യ, അമേരിക്ക, ആ സ്പെല്ലിംഗ് തെറ്റാണ്, സ്പെല്ലിംഗ് നോക്കണ്ട. അപ്പൊ ഒരു തവണ കോപ്പി ചെയ്യും. എനിക്ക് n ടൈംസ് കോപ്പി ചെയ്യണമെങ്കിൽ, അതായത് ഇപ്പൊ ഞാൻ ഒരു തവണ കോപ്പി ചെയ്തിട്ടുണ്ട്, അതിപ്പോ 2 ടൈംസ് കോപ്പി ചെയ്യണമെങ്കിൽ, അതായത് ഈ ഒരു 5 വേർഡ്സ് നമുക്ക് 2 തവണ ഇവിടെ കോപ്പി ആയിട്ട് ചെയ്യണമെങ്കിൽ 2p ടൈപ്പ് ചെയ്താൽ മതി. 2p ടൈപ്പ് ചെയ്തപ്പോൾ ഓസ്ട്രേലിയ, ഹോളണ്ട്, ഇന്ത്യ, അമേരിക്ക, ഇതൊരു കോപ്പി, ഇത് അടുത്ത കോപ്പി. കണ്ടാ? അപ്പൊ 2 തവണ കോപ്പി ചെയ്യണമെങ്കിൽ 2p ടൈപ്പ് ചെയ്താൽ മതി. ജസ്റ്റ് അൺഡു ചെയ്യണമെങ്കിൽ യു ടൈപ്പ് ചെയ്യുക. എനിക്ക് 5 ടൈംസ് കോപ്പി ചെയ്യണമെങ്കിൽ 5p ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കണ്ട 5p ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അടിക്ക് പറ്റും. നമുക്ക് ടോപ്പിലേക്കും ബോട്ടത്തിലേക്കും ഒക്കെ പോകണമെങ്കിൽ നമ്മുടെ കീബോർഡിലെ കീസ് തന്നെ യൂസ് ചെയ്യണം. നമുക്ക് മൗസ് സപ്പോർട്ട് ആവില്ല. മൗസ് സപ്പോർട്ട് ആക്കാൻ പറ്റും, അതിന് വേറെ സെപ്പറേറ്റ് വഴിയുണ്ട്. നമുക്ക് ഇപ്പൊ ചെയ്യുമ്പോൾ എല്ലാത്തിനും നമ്മുടെ കീബോർഡിലത്തെ കീസ് തന്നെ യൂസ് ചെയ്യണം. ടോപ്പ്, ബോട്ടം, എച്ച്, ജെ, കെ, എൽ, ആ കീസാണ് നമ്മൾ യൂസ് ചെയ്യുക. കണ്ട എച്ച്, ജെ, കെ, എൽ, ടോപ്പിലേക്കും സൈഡിലേക്കും ഒക്കെ പോവാം. ഞാൻ അൺഡു ചെയ്യണമെങ്കിൽ ജസ്റ്റ് യു ടൈപ്പ് ചെയ്യുക. അൺഡു ആയി. എനിക്ക് ടോപ്പിലേക്ക് പോകണമെങ്കിൽ ടോപ്പിലേക്ക് പോകാൻ പറ്റും. അപ്പൊ അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. എൻ പി ചെയ്ത് കഴിഞ്ഞാൽ പാസ്റ്റ് n ടൈംസ് ബിലോ കഴ്സർ പൊസിഷൻ. എൻ പി പറഞ്ഞാൽ പാസ്റ്റ് n ടൈംസ്. എന്നിന്റെ അവിടെ നിങ്ങൾക്ക് എത്ര തവണയാണോ കോപ്പി ചെയ്യുന്നത്, എന്നിന്റെ അവിടെ 3 ടൈംസ് കോപ്പി ചെയ്യണമെങ്കിൽ 3p,
5 ടൈംസ് കോപ്പി ചെയ്യണമെങ്കിൽ 5p. ഇപ്പോൾ ക്യാപിറ്റൽ ആയിട്ട് കോപ്പി ചെയ്യണമെങ്കിൽ 3 ക്യാപിറ്റൽ P. 8 ടൈംസ് പാസ്റ്റ് ചെയ്യണമെങ്കിൽ 8p. ഈ p എന്നുള്ളത് 3 എന്നുള്ളത് എത്ര നമ്പർ ഓഫ് ടൈം പാസ്റ്റ് ചെയ്യണത്. സ്മോൾ p കൊടുക്കുകയാണെങ്കിൽ ബിലോ കഴ്സർ പൊസിഷനിലായിരിക്കും പാസ്റ്റ് ചെയ്യുക. ക്യാപിറ്റൽ p കൊടുക്കുകയാണെങ്കിൽ അബോവ് കഴ്സർ പൊസിഷനിൽ. അതായത് ഇപ്പോൾ ഞാൻ ഇന്ത്യ, അമേരിക്ക, ശ്രീലങ്ക ഈ 3 ലൈൻസ് ആണ് കോപ്പി ചെയ്യേണ്ടത്. ഇന്ത്യ, അമേരിക്ക, ശ്രീലങ്ക. അപ്പൊ 3yy ടൈപ്പ് ചെയ്യുക. 3yy ടൈപ്പ് ചെയ്ത് എവിടെയാണ് കോപ്പി ചെയ്യേണ്ടത് അവിടെ 5 തവണ അല്ല 3 തവണ കോപ്പി ചെയ്യണമെങ്കിൽ 3p ടൈപ്പ് ചെയ്ത് കൊടുത്താൽ 3 തവണ കോപ്പി ആയി. ഇത് 1 ഇന്ത്യ 1, അടുത്ത 2, പിന്നെ 3. അൺഡു ചെയ്യണമെങ്കിൽ ജസ്റ്റ് u ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അൺഡു ചെയ്യാൻ പറ്റും. അപ്പൊ കോപ്പിയും പാസ്റ്റ് ചെയ്യണം മനസ്സിലായി. എത്ര തവണ കോപ്പി ചെയ്യണമെങ്കിൽ നമ്പറും കൂടി ടൈപ്പ് ചെയ്താൽ മതി. ഒറ്റ ലൈനായിട്ട് കോപ്പി ചെയ്യണമെങ്കിൽ yy യൂസ് ചെയ്യുക, സ്മോൾ p യൂസ് ചെയ്യുക, ക്യാപിറ്റൽ യൂസ് ചെയ്യുക. നമ്പർ ഓഫ് ഒന്നിൽ കൂടുതൽ ലൈൻസ് കോപ്പി ചെയ്യണമെങ്കിൽ nyy യൂസ് ചെയ്യുക. നമ്പർ ഓഫ് ടൈംസ് കോപ്പി ചെയ്യണമെങ്കിൽ പാസ്റ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ എത്ര ടൈം ആണോ വേണ്ടത്, എത്ര തവണയാണോ കോപ്പി ചെയ്യേണ്ടത്, എത്ര തവണയാണോ പാസ്റ്റ് ചെയ്യേണ്ടത് അതും കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നോക്കാനുള്ളത് സ്മോൾ ഓയും ക്യാപിറ്റൽ ഓയും. സ്മോൾ ഓ പറഞ്ഞാൽ ഇൻസേർട്ട് ന്യൂ ലൈൻ ബിലോ ദി കഴ്സർ. ക്യാപിറ്റൽ ഓ പറഞ്ഞാൽ ഇൻസേർട്ട് ന്യൂ ലൈൻ അബോവ് ദി കഴ്സർ. എനിക്കിപ്പോ ഇവിടെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. സ്മോൾ ഓ ആൻഡ് എസ്കേപ്പ് മോഡ് ടൈപ്പ് ചെയ്യുമ്പോൾ അത് ഇൻസേർട്ട് മോഡിലേക്കും പോകും. ഞാൻ പറഞ്ഞത് സ്മോൾ ഓ ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ലൈനും ക്രിയേറ്റ് ആവും ചെയ്യും. ഇപ്പോഴുള്ള മോഡ് എസ്കേപ്പ് മോഡിൽ നിന്ന് ഇൻസേർട്ട് മോഡിലേക്കും പോകും. ഞാൻ ഓ ടൈപ്പ് ചെയ്തപ്പോൾ ഇവിടെ ലൈൻ ക്രിയേറ്റ് ചെയ്ത് മോഡും ചേഞ്ച്. അതെന്തുകൊണ്ടാണ്? നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഇൻസേർട്ട് മോഡിൽ നമ്മൾ ഐ യൂസ് ചെയ്ത ഇൻസേർട്ട് ബിഫോർ കഴ്സർ, എ യൂസ് ചെയ്ത അപ്പ് ആൻഡ് ആഫ്റ്റർ ദി കഴ്സർ, ഓ ഓപ്പൺ ന്യൂ ലൈൻ ബിലോ. ഓ ഓപ്പൺ ആവും ചെയ്യും, ഇൻസേർട്ട് മോഡിലേക്ക് മാറും ചെയ്യും. അപ്പോൾ ഓ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. വീണ്ടും ഇനി അടുത്ത വല്ല ഷോർട്ട് കട്ട്സ് ടൈപ്പ് ചെയ്യണമെങ്കിൽ ഈ ഇൻസേർട്ട് മോഡിൽ നിന്ന് എസ്കേപ്പ് മോഡിലേക്ക് പോകണം. എനിക്ക് വീണ്ടും ക്യാപിറ്റൽ ടൈപ്പ് ചെയ്യണമെങ്കിൽ അപ്പോഴും ഒരു ലൈൻ കഴ്സറിന്റെ ടോപ്പിൽ വന്ന് കാണാൻ പറ്റും. കണ്ടാ, ക്യാപിറ്റൽ ഓ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇൻസേർട്ട് ന്യൂ ലൈൻ അബോവ് ദി കഴ്സർ. അബോവ് ദി കഴ്സർ ആണെങ്കിൽ ക്യാപിറ്റൽ ഓ. ഇനി ഡി നെക്കി കഴിഞ്ഞാൽ ഒരു ലൈൻ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോ എനിക്ക് ഈ ഹോളണ്ട് ഡിലീറ്റ് ചെയ്യണം. അപ്പൊ അവിടെ പോയിട്ട് സ്മോൾ ലെറ്റർ DD 2 തവണ ടൈപ്പ് ചെയ്യുക. DD 2 ടൈംസ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസേർട്ട് മോഡിലാണ് കിടക്കുന്നത്. ഇൻസേർട്ട് മോഡിൽ കിടക്കുന്നതുകൊണ്ടാണ് അവിടെ DD ടൈപ്പ് ചെയ്തത് വന്നത്. അപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്തത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ, ആ ഒരു ലൈൻ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഇൻസേർട്ട് മോഡിൽ നിന്ന് എസ്കേപ്പ് മോഡിലേക്ക് പോവുക. ESC ടൈപ്പ് ചെയ്യുക. ഇനി സ്മോൾ ലെറ്റർ DD ടൈപ്പ് ചെയ്യുക. ആ ലൈൻ ഡിലീറ്റ് ആയി. എനിക്ക് ഈ ഒരു 4 ലൈൻ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ 1, 2, 3, 4 ഈ 4 ലൈൻ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ 4DD കൊടുക്കുക. 4DD ടൈപ്പ് ചെയ്താൽ ആ 4 ലൈൻ ഡിലീറ്റ് ആയി. ഇനി എനിക്ക് അൺഡു ചെയ്യണമെങ്കിൽ ജസ്റ്റ് u ടൈപ്പ് ചെയ്ത് തന്നെ അൺഡു ചെയ്യാൻ പറ്റും. DD നോക്കിയ ടു ഡിലീറ്റ് എ ലൈൻ. NDD പറഞ്ഞാൽ എനിക്കിപ്പോ ഒരു 5 ലൈൻ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ 5DD ടൈപ്പ് ചെയ്യുക. 6 ലൈൻ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ 6DD ടൈപ്പ് ചെയ്യുക. അപ്പൊ നമുക്ക് ഡിലീറ്റ് n ലൈൻസ് ഫ്രം കഴ്സർ പൊസിഷൻ, അത്രയും ലൈൻസ് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു വേർഡ് ആണ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ DW ടൈപ്പ് ചെയ്യുക. അതായത് ഇപ്പോ ഈ ഹോളണ്ട് കഴിഞ്ഞിട്ട് ഇൻസേർട്ട് മോഡിലേക്ക് പോകണം. ജസ്റ്റ് ഇൻസേർട്ട് മോഡിലേക്ക് പോയി ഇന്ത്യ, ജപ്പാൻ, കേരള ടൈപ്പ് ചെയ്തു. ഇനി ഞാൻ ജസ്റ്റ് എസ്കേപ്പ് മോഡിലേക്ക് പോയി. എനിക്ക് ഈ ജപ്പാൻ എന്ന വേർഡ് ഡിലീറ്റ് ചെയ്യണം വിചാരിക്കുക. അപ്പൊ DW ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. DW ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ജപ്പാൻ എന്ന വേർഡ് ഡിലീറ്റ് ആയി. ഞാൻ അൺഡു ചെയ്യണമെങ്കിൽ അൺഡു നിൽക്കുക. എനിക്കിപ്പോ കേരള വേർഡ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ കേഴ്സറിന്റെ അവിടെ പോയിട്ട് DW ടൈപ്പ് കൊടുത്താൽ കേരള ഡിലീറ്റ് ആയി. അതിനാണ് DW യൂസ് ചെയ്യുന്നത്, ടു ഡിലീറ്റ് എ വേർഡ്. പിന്നെ ഇത് നമ്മൾ അടുത്ത് നോക്കുന്നതാണ് $. യൂസ് ചെയ്താൽ ടു ഡിലീറ്റ് ദി ടെക്സ്റ്റ് അൺടിൽ ദി എൻഡ് ഓഫ് ദി ലൈൻ. അതിനാണ് $. യൂസ് ചെയ്യുക. പിന്നെ X യൂസ് ചെയ്യുന്നതിനാണ് ടു ഡിലീറ്റ് ക്യാരക്ടർ ബൈ ക്യാരക്ടർ. ഞാനിപ്പോ X ടൈപ്പ് ചെയ്തിരിക്കുക. ജസ്റ്റ് X ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. കണ്ട, N ഡിലീറ്റ് ആയി, D ഡിലീറ്റ് ആയി. നമ്മൾ ഈ ടൈപ്പ് ചെയ്യുന്നതൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു ഏരിയയിൽ നമ്മൾ കീബോർഡ് ടൈപ്പ് ചെയ്യുന്ന അക്കങ്ങളൊക്കെ ഇവിടെ, ഡിജിറ്റ്സ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ഞാൻ X വീണ്ടും ടൈപ്പ് ചെയ്തപ്പോൾ കണ്ട ഇവിടെ കാണാൻ പറ്റും. പിന്നെ എനിക്ക് വീണ്ടും അൺഡു ചെയ്യണമെങ്കിൽ അൺഡു വെക്കുക. അപ്പൊ നിൽക്കണ U കണ്ട ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് അൺഡു നോക്കി X ടൈപ്പ് ചെയ്ത് കൊടുത്ത ക്യാരക്ടർ ബൈ ക്യാരക്ടർ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ക്യാപിറ്റൽ D ടു ഡിലീറ്റ് ദി ടെക്സ്റ്റ് ആഫ്റ്റർ ദി കഴ്സർ പൊസിഷൻ. അതായത് ഇപ്പോ ഈ ഒരു ലൈനിൽ ഇന്ത്യ, അതിനുശേഷം എനിക്ക് കുറച്ച് ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുക, നമ്മൾ ഇൻസേർട്ട് മോഡിലേക്ക് പോകണം. നമ്മളിപ്പോൾ ഉള്ളത് എസ്കേപ്പ് മോഡിലാണ്. അപ്പൊ എസ്കേപ്പ് മോഡിൽ നിന്ന് ഇൻസേർട്ട് മോഡിലേക്ക് പോകാൻ ജസ്റ്റ് ആയി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കേരള, ജപ്പാൻ, അമേരിക്ക ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി കേരളത്തെ ഈ ആറിന്റെ അവിടെ നിന്ന് ഞാൻ ജസ്റ്റ് ക്യാപിറ്റൽ D ടൈപ്പ് ചെയ്യണം. ക്യാപിറ്റൽ
ഇപ്പോഴെല്ലാം ടൈപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ എസ്കേപ്പ് മോഡിക്ക് പോകണം. നമ്മൾ മറക്കുന്നുണ്ട് കണ്ട. ഇൻസേർട്ട് മോഡിൽ നിന്ന് എസ്കേപ്പ് മോഡിക്ക് പോയാൽ മാത്രമേ ഷോർട്ട് കട്ട്സ് വർക്ക് ആവുള്ളൂ. അപ്പൊ എസ്കേപ്പ് മോഡിക്ക് പോകാൻ ജസ്റ്റ് എസ്കേപ്പ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം കേരളത്തെ ഈ ആറിന്റെ അവിടെ നിന്ന് ഞാൻ ക്യാപിറ്റൽ ഡി ടൈപ്പ് ചെയ്തു. അപ്പോൾ ആ ഒരു കേഴ്സറിൽ നിന്നുള്ള റൈറ്റ് മോസ്റ്റുള്ള എല്ലാ ഡിജിറ്റൽ എല്ലാ ക്യാരക്ടറും ഡിലീറ്റ് ആയി. ജസ്റ്റ് അൺഡു ചെയ്ത് നമുക്ക് മനസ്സിലാൻ പറ്റും കണ്ട. അപ്പൊ ഈ ആറിന്റെ അവിടെ നിന്ന് ക്യാപിറ്റൽ ഡി ടൈപ്പ് ചെയ്തപ്പോൾ എന്തുണ്ടായത്? ടു ഡിലീറ്റ് ദി ടെസ്റ്റ് ആഫ്റ്റർ ദി കേഴ്സർ പൊസിഷൻ ശേഷമുള്ള എല്ലാ ഡിജിറ്റും ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ക്യാപിറ്റൽ ഡി യൂസ് ചെയ്താൽ മതി. അതായത് ക്യാപിറ്റൽ ഡി ജസ്റ്റ് ടൈപ്പ് കൊടുത്താൽ അല്ലാതെ ഉണ്ട് ആ റൈറ്റ് മോസ്റ്റിക്കുള്ളത് മൊത്തം ഡിലീറ്റ് ആവും. ജസ്റ്റ് അണ്ട് നിൽക്കുക, നമുക്ക് വീണ്ടും തിരിച്ചു കിട്ടും. കണ്ട ഡിലീറ്റ് ചെയ്തു. ഈ കണ്ട ഡി ആ ഏറെ നിൽക്കിയപ്പോ നമ്മുടെ കേരളത്തെ ആയി പോയി, ഇന്ത്യയും പോയി. ഈ ജസ്റ്റ് യു നിൽക്കി കഴിഞ്ഞാൽ നമുക്ക് അണ്ട് ചെയ്യാൻ പറ്റും. അതിനാണ് അത് ആ ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്യുക. നമ്മൾ ഷോർട്ട് കട്ട് എപ്പോൾ കൊടുക്കുമ്പോഴും എസ്കേപ്പ് മോഡിലാണോ കൊടുക്കുന്നത് ജസ്റ്റ് ചെക്ക് ചെയ്യുക. വേറെ മോഡിലൊന്നും ഷോർട്ട് കട്ട് കൊടുക്കാൻ പറ്റില്ല. ഇനി ജി പറഞ്ഞാൽ ഗോ ടു ഫസ്റ്റ് ലൈൻ. നമ്മളിപ്പോ എവിടെ കിടക്കണം നോക്കേണ്ട ആവശ്യമില്ല. അതായത് ഇപ്പൊ എസ്കേപ്പ് മോഡിൽ ഇപ്പൊ കേഴ്സർ എവിടെ കിടക്കുന്നത്, എവിടെ കിടക്കണം എന്ന് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ജി നോക്കിയാൽ ഫസ്റ്റ് ലൈനിലേക്ക് കേഴ്സർ എത്തിണ്ടായിരിക്കും. ഇപ്പൊ ജി നോക്കിയപ്പോ ഫസ്റ്റ് ലൈനിലേക്ക് എത്തി. ഇപ്പൊ എനിക്ക് അഞ്ചാമത്തെ ലൈനിക്കാൻ വേണ്ടെങ്കിൽ 5GG ടൈപ്പ് കൊടുത്താൽ അഞ്ചാമത്തെ ലൈനിലേക്ക് എത്തി. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് 5GG ടൈപ്പ് കൊടുത്താൽ ഫിഫ്ത്ത് ലൈനിലേക്ക് എത്തിക്കണ്ട. ജി ഫസ്റ്റ് ലൈൻ NGG. ഇപ്പൊ ഫിഫ്ത്ത് ലൈനിലേക്ക് പോകണമെങ്കിൽ 5GG, സെവൻത്ത് ലൈനിലേക്ക് പോകണമെങ്കിൽ 7GG ടൈപ്പ് കൊടുത്താൽ മതി. ക്യാപിറ്റൽ ജി പറഞ്ഞ ലാസ്റ്റ് ലൈനിലേക്ക് പോകും. ഇപ്പൊ അവിടെ ഉള്ളത് കേഴ്സർ ഈ ലൈനില്ല. ഞാൻ ക്യാപിറ്റൽ ജി ടൈപ്പ് ചെയ്തപ്പോ ലാസ്റ്റ് ലൈനിലേക്ക് എത്തി. അതിനാണ് ക്യാപിറ്റൽ ജി ടൈപ്പ് ചെയ്യുക. ഇനിയുള്ളതാണ് ക്യാപിറ്റൽ എ. ക്യാപിറ്റൽ എ പറഞ്ഞാൽ ടു ഗോ ടു ദി ലാസ്റ്റ് ക്യാരക്ടർ ഓഫ് ദി ലൈൻ. ഒരു ലൈനിന്റെ ലാസ്റ്റ് ക്യാരക്ടറിലേക്ക് പോകണമെങ്കിൽ ക്യാപിറ്റൽ ലൈൻ ഒക്കെ. പിന്നെ CW പറഞ്ഞാൽ ടു ചേഞ്ച് വേർഡ് ഫ്രം ദി കേഴ്സർ പൊസിഷൻ. CW നോക്കിയ ജസ്റ്റ് CW അപ്പൊ അമേരിക്കയുടെ അവിടെ നിന്ന് CW ജസ്റ്റ് നിൽക്കുന്നു കണ്ടാ, ആ വേർഡ് പോയി. ഇനി ഞാൻ ജസ്റ്റ് വീണ്ടും ഇൻസേർട്ട് മോഡിൽ നിന്ന് എസ്കേപ്പ് മോഡിലേക്ക് നിൽക്കണമെങ്കിൽ ജസ്റ്റ് എസ്കേപ്പ് മോഡ് വെക്കുക, ജസ്റ്റ് അൺടൊടിക്കുക. പിന്നെ ഏതാ NCW ടു ചേഞ്ച് N വേർഡ്സ് ഫ്രം കേഴ്സർ പൊസിഷൻ. N വേർഡ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ NCW. NB പറഞ്ഞാൽ ടു മൂവ് ബാക്ക്വേർഡ്സ് N വേർഡ്സ്. ഇപ്പൊ ബാക്ക്വേർഡ് മൂവ് ചെയ്യണമെങ്കിൽ ഇപ്പൊ അമേരിക്കൻ അതിന്റെ അവിടെയാണ് കേഴ്സർ പൊസിഷൻ നിൽക്കുന്നത്. ഞാൻ ജസ്റ്റ് NB ടൈപ്പ് ചെയ്തു. ആദ്യം എസ്കേപ്പ് മോഡാണ് ജസ്റ്റ് ചെയ്യുക. NB നോക്കിയപ്പോൾ ജപ്പാന്റെ അവിടേക്ക് എത്തി കേഴ്സർ പൊസിഷൻ. വീണ്ടും NB നോക്കിയപ്പോൾ കേരളയുടെ അവിടേക്ക് എത്തി. വീണ്ടും NB നോക്കിയ ഇന്ത്യയുടെ അവിടേക്ക് എത്തി. ഇനി തൊട്ട് മേലെ ഹോളണ്ട് ഓസ്ട്രേലിയ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ നമുക്ക് പോകണമെങ്കിൽ NB യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ചും കൂടി ഷോർട്ട് കട്ട്സ് ഉണ്ട്. അത് പഠിക്കാൻ വേണ്ടി ഞാൻ viplace.txt ജസ്റ്റ് ഓപ്പൺ ആക്കി. നമുക്ക് ഇതിൽ ലൈൻസ് ഇല്ല. അതായത് ബ്രസീലിൽ നിന്നുള്ള ഫസ്റ്റ് ലൈനാണ്, ഇന്ത്യ സെക്കൻഡ് ലൈനിൽ. അപ്പൊ നമുക്ക് ലൈൻസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് ഷോർട്ട് കട്ടും കൊടുക്കുമ്പോൾ നമ്മൾ എസ്കേപ്പ് മോഡിൽ കൊടുക്കേണ്ടത് അത് ശ്രദ്ധിക്കുക. ഇപ്പൊ റീപ്ലേസ് മോഡിലാണ്. റീപ്ലേസ് മോഡിൽ നിന്ന് എസ്കേപ്പ് മോഡിലേക്ക് പോകാൻ ജസ്റ്റ് എസ്കേപ്പ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സെറ്റ് NU ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ലൈൻസ് പ്രൊവൈഡ് ചെയ്യും. 1 2 3 4 5 6. ഈ ലൈൻസിന് എനിക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ സെറ്റ് NONU സെറ്റ് നോനും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ലൈൻസ് പ്രൊവൈഡ് ചെയ്തൊക്കെ പോകും. എനിക്കിപ്പോ ഹൈലൈറ്റ് ചെയ്യണം വിചാരിക്കുക. ഇപ്പൊ എനിക്കിതിൽ ഇന്ത്യ ഹൈലൈറ്റ് ചെയ്യണം. ഇപ്പൊ എവിടെ ഇന്ത്യ ഉള്ളത്? ഇന്ത്യ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പൊ സാധാരണ രീതിയിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് എസ്കേപ്പ് മോഡില് ഈ ഒരു സ്ലാഷ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ടൈപ്പ് ചെയ്യുക ഇന്ത്യ IND. അപ്പൊ ഫസ്റ്റത്തെ മാത്രമേ നമുക്ക് കിട്ടില്ല. അപ്പൊ ഒന്നിന് കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആകെ ഒരെണ്ണമല്ലോ, ഏറ്റവും ഫസ്റ്റിൽ വരുന്നത് മാത്രമേ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഒന്നിന് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ എസ്കേപ്പ് മോഡില് സെറ്റ് HLS ഹൈലൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇനി ഞാൻ ഹൈലൈറ്റ് ചെയ്യാതിരിക്കുക ഇന്ത്യ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ കണ്ട എവിടെ IN ടൈപ്പ് ചെയ്തപ്പോ ഇവിടെ IN ഉണ്ട്, ഇവിടെ IN ഉണ്ട്, ഇവിടെ IN ഉണ്ട്. ഞാൻ ഡിയും കൂടി ടൈപ്പ് ചെയ്തപ്പോ ഈ രണ്ടെണ്ണം മാത്രമല്ല. അപ്പൊ അങ്ങനെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഹൈലൈറ്റ് ചെയ്ത ഓപ്ഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് നോ HLS ടൈപ്പ് ചെയ്ത് നോക്കാൻ മതി. അപ്പൊ ഹൈലൈറ്റ് ചെയ്തത് പോകും. ഞാൻ വീണ്ടും ജസ്റ്റ് സെർച്ച് ചെയ്യാൻ വിചാരിക്കുക. അതായത് ഇന്ത്യ സെർച്ച് ചെയ്യുമ്പോൾ കണ്ട ഈ ടോപ്പ് ചെയ്ത് മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ ഹൈലൈറ്റ്സ് ഉള്ള ഓപ്ഷൻ കളഞ്ഞു, അതുകൊണ്ടാണ് അത് പോയത്. എനിക്ക് വേറൊരു ഫയൽ ഇതിലേക്ക് ഓപ്പൺ ആക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷനാണ് .e ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഏത് ഫയലാണ് ഓപ്പൺ ആക്കേണ്ടത് ആ ഫയൽ നെയിം പ്രൊവൈഡ് ചെയ്യുക, ജസ്റ്റ് ഓപ്പൺ ആക്കുക. അപ്പൊ കണ്ട വേറെ ഫയൽ ഓപ്പൺ ആക്കി. ഇപ്പൊ നേരത്തെ ഫയൽ ഓപ്പൺ ആയിട്ട് ഈ ഫയൽ ഓപ്പൺ ആയിട്ട് നേരത്തെ ഫയൽ ക്ലോസ് ആയിട്ടില്ല. അപ്പൊ എനിക്കിപ്പോ ഈ ഫയൽ വർക്ക് ചെയ്യുന്ന ഇടയിൽ എനിക്ക് നേരത്തെ ഫയലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ Ctrl 6 അല്ല 6ന്റെ അവിടെ ഒരു ആരോ കീ കൺട്രോൾ സ്വിച്ച് ഉണ്ട്. അതായത് ഈ ഒരു സ്വിച്ച് കൺട്രോൾ ഈ ഒരു കീ യൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് പോകാൻ പറ്റും. അതായത് കൺട്രോൾ കണ്ട ഈ കീ നക്കി കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് മുന്നത്തെ ഫയലിലേക്ക് പറ്റും. ഇനി വീണ്ടും സ്വിച്ച് ചെയ്യണമെങ്കിൽ കൺട്രോൾ ആ ഒരു കീ നക്കി കഴിഞ്ഞാൽ വീണ്ടും സ്വിച്ച് ചെയ്യാൻ പറ്റും. ഞാൻ വീണ്ടും സ്വിച്ച് ചെയ്യണം. ഇനി എനിക്കിപ്പോ വേറൊരു ഫയൽ ഇത് റീഡ് ചെയ്യണം വിചാരിക്കുക. അതായത് നമ്മുടെ കേഴ്സർ ഇപ്പോൾ ഇവിടെ അല്ല കിടക്കുന്നത്. ആ കേഴ്സറിന് താഴേക്ക് വേറൊരു ഫയൽ റീഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ്
R ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഫയൽ നെയിം ഏതാണോ വേണ്ടത് അത് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ മറ്റേ ഫയലിലത്തെ കണ്ടന്റ് നമ്മുടെ കേഴ്സറിന്റെ അടിയിലേക്ക് വന്നു. അപ്പോൾ കേഴ്സർ ഇവിടെ കിടക്കുന്ന വിചാരിക്കുക. അപ്പോൾ ചൈനയുടെ അവിടെ കിടക്കുന്ന വിചാരിക്കുക. ഇവിടെയാണ് റീഡ് ഉണ്ട് വിചാരിക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് -R അടിക്കുക, ഫയൽ നെയിം അടിക്കുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. അപ്പോൾ കണ്ട ആ കേഴ്സറിന്റെ താഴേക്ക് അത് റീഡ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഫസ്റ്റത്തെ സെറ്റ് NU ടു എനേബിൾ ലൈൻ നമ്പേഴ്സ്, സെറ്റ് NONU ടു ഡിസേബിൾ ലൈൻ നമ്പേഴ്സ്, സെറ്റ് HLS ടു എനേബിൾ ഹൈലൈറ്റ് സെർച്ച്, സെറ്റ് നോ HLS ടു ഡിസേബിൾ ഹൈലൈറ്റ് സെർച്ച്, പിന്നെ .E ഫയൽ നെയിം. ഇതൊക്കെ നമ്മൾ കൊടുക്കേണ്ടത് ഏതിലാണ്, എവിടെ കൊടുക്കേണ്ടത്? ഇതൊക്കെ എസ്കേപ്പ് മോഡിലാണ് കൊടുക്കേണ്ടത്. അത് ശ്രദ്ധിക്കുക. എസ്കേപ്പ് മോഡിലാണ് ഇതൊക്കെ കൊടുക്കേണ്ടത്. നമ്മൾ ഏതൊരു ഷോർട്ട് കട്ട് കൊടുക്കുമ്പോഴും എസ്കേപ്പ് മോഡാണ് ജസ്റ്റ് ചെക്ക് ചെയ്യുക. പിന്നെ Ctrl+ എന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ബിറ്റ്വീൻ ഫയൽസ് സ്വിച്ച് ചെയ്യാൻ പറ്റും. അതിന് മുന്നേ നമ്മൾ വേറൊരു ഫയൽ ഓപ്പൺ ആക്കണമെങ്കിൽ .E ഫയൽ നെയിം കൊടുക്കുക, :R ഫയൽ നെയിം കൊടുത്താൽ ടു റീഡ് ഫയൽ നെയിം അറ്റ് കറന്റ് കഴ്സർ പൊസിഷൻ. വേറൊരു ഫയൽ നമുക്ക് അതേ ഫയൽ തന്നെ റീഡ് ചെയ്യണമെങ്കിൽ ഇത് കൊടുക്കാൻ പറ്റും. ഇതാണ് നമുക്ക് ഇതിൽ ഷോർട്ട് കട്ട്സ് ആയിട്ട് മെയിൻ ആയിട്ട് പഠിക്കാം.